വാർത്ത സിംഗം റിട്ടേൺസ്. അതായത് കണ്ണൂരിലെ രാഷ്ട്രീയത്തിലേക്ക് കണ്ണൂരിലെ ശവം തീനി ഗുണ്ടകൾക്കിനി ഒരു പേടി സ്വപ്നം. കൊടിസുനി പരോളിൽ ഇറങ്ങിയപ്പോൾ തന്നെ സിംഗവും വന്നിരിക്കുന്നു എന്നുള്ളതാണ് യതീഷ് ചന്ദ്ര. അതായത് പരോളിൽ ഇറങ്ങിയവന്മാരെന്തെങ്കിലും ലക്ഷ്യം വെച്ചാണ് ഇറങ്ങിയതെങ്കിൽ ഞാൻ എത്തിയിട്ടുണ്ട്, ഇനി മാളത്തിലൊളിച്ചോ, എന്നിട്ട് പരോളൊക്കെ തീരുമ്പോൾ നീയൊക്കെ നേരെ അകത്തേക്ക് പൊക്കോ, ഇവിടെ കൂടുതൽ കളികളൊന്നും എടുക്കണ്ട, നീയൊക്കെ വാളെടുത്താൽ ഞാൻ വടിയെടുക്കും. ക്രിമിനലുകളുടെ പേടി സ്വപ്നം യതീഷ് ചന്ദ്ര തിരിച്ചു വരികയാണ്. ചെയ്യുന്ന ജോലിയോട് പരമാവധി നീതി പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് യതീഷ് ചന്ദ്ര IPS. അദ്ദേഹം എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ട് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് അമേരിക്കയിലേക്ക് പോകാൻ നിന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് പറയുന്നത്, IAS ട്രൈ ചെയ്തുകൂടെ എന്ന് അദ്ദേഹത്തോട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. അദ്ദേഹത്തിന് പക്ഷേ IPS ആണ് കിട്ടിയത്. IPS കിട്ടി, IPSലാണ് അദ്ദേഹം തിളങ്ങിയത് എന്ന് പറയാം. അത് ആദ്യമായി അദ്ദേഹം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കണ്ണൂർ എന്ന് പറയുന്നത് ഈ രുധിരത്തിൻ്റെ നാടാണ്, രക്തത്തിൻ്റെ നാടാണ് കണ്ണൂർ. ഭയങ്കര ആവേശമാണ്. അവിടെ നിന്ന് ഒരു പോലീസ് ഓഫീസറായി വരുന്ന ആൾക്ക് കേരളത്തിൽ എവിടെയും വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പല വിധത്തിലുള്ള ആളുകളെ അവർക്ക് കാണാൻ പറ്റും. ബോംബ് കേസ് മുതൽ വെട്ട് കേസ് മുതൽ അങ്ങോട്ട് എല്ലാത്തരം കേസുകളും കണ്ണൂർ ഡിവിഷനിൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം അവിടെ SP ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചത്. ഇപ്പം അതിനിടയിലാണ് അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയത്. ഡെപ്യൂട്ടേഷനിൽ കർണാടകയിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം തിരിച്ച് ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം പോലീസ് ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവധിയിലായിരുന്നു. ആ അവധിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂർ DIG, കണ്ണൂർ റേഞ്ച് DIG ആയിട്ടാണ് അദ്ദേഹത്തിന് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത്. എൻ്റെ വീടൊക്കെ ഉൾപ്പെടുന്ന വടകര, കോഴിക്കോട് റൂറൽ സിറ്റി അടക്കം അദ്ദേഹത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് എന്നുള്ളതാണ്. അതിൽ അഭിമാനിക്കാം തീർച്ചയായിട്ടും. കാര്യം കണ്ണൂരിൻ്റെ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെയോ ഒക്കെ ഒരു പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന ക്രിമിനൽ വൽക്കരണത്തിനെതിരായിക്കൊണ്ട്, ഗുണ്ടായിസത്തിനെതിരായിക്കൊണ്ട് കൃത്യമായി നടപടി സ്വീകരിച്ച, അദ്ദേഹം വന്നു പോയ സമയം ഇപ്പോഴും ഓർക്കുന്ന ആളുകളുണ്ട് വടകര പരിസര പ്രദേശങ്ങളിലൊക്കെ. കൃത്യമായി ക്ലീൻ ചെയ്ത് പോയ ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം വിവാദങ്ങളിൽ നിറഞ്ഞത് എന്ന് പറയുന്നത് CPM ഭരിക്കുന്ന സമയത്ത് തന്നെ അങ്കമാലിയിലെ ഒരു റോഡ് ഉപരോധം, LDF പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാറണം എന്ന് യതീഷ് ചന്ദ്ര പറയുന്നു. പക്ഷെ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പിന്നെ പൊരിഞ്ഞ അടിയായിരുന്നു അവിടെ കണ്ടത്. കൂട്ടലാത്തി അടി കണ്ടു. ഒരുപാട് ആളുകൾ, ഏരിയ സെക്രട്ടറിയെ ഓഫീസിനകത്ത് കയറി ഓടിച്ചിട്ടടിച്ച് പിടിച്ചിറക്കിയ യതീഷ് ചന്ദ്രയെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ അതോടുകൂടി CPMന്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. അതെ, കരടായി മാറി. അവിടെ നിന്ന് പുതുവൈപ്പിൽ IOC പ്ലാന്റിനെതിരായി കൊണ്ട് ഒരു ജനകീയ സമരം അവിടെ നടന്നിരുന്നു. അന്നേരം ആ സമരത്തിന് നേരെയും പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായി. അതിലും അദ്ദേഹത്തിന് ചില വിവാദങ്ങൾ ഉണ്ടാകിയിട്ടുണ്ട്. കാരണം ഈ വിവാദങ്ങളിൽ അദ്ദേഹം പെട്ടു. ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള നാരായണക്കുറുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടിയെ അദ്ദേഹം അടിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ. അതായത് ആ ചെറിയ കുട്ടിയെ വിളിച്ച് വാദിക്കുന്നതിനിടയിൽ വിസ്തരിക്കുന്നതിനിടയിൽ ആ കുട്ടി ഇയാളാണ് എന്നെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അന്നും യതീഷ് ചന്ദ്ര പറഞ്ഞത്, അടിക്കുന്ന സമയത്ത് ഇന്ന കുട്ടി അല്ലെങ്കിൽ ആള് എന്ന് നോക്കാൻ പറ്റില്ല, അടിക്കുമ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ്, അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ അടിച്ചതൊന്നുമല്ല. പക്ഷേ ഇദ്ദേഹം മാക്സിമം ക്ഷമിക്കുകയും പറ്റാവുന്നിടത്ത് അല്ലെങ്കിൽ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിട്ടുകൊടുക്കാതെ കൃത്യമായി നിയമം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് യതീഷ് ചന്ദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിന്ന സ്ഥലങ്ങളൊക്കെ അദ്ദേഹം വളരെയധികം നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സർവീസ് സ്റ്റോറി ആയിട്ട് നമുക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം ഇത് മാത്രമല്ല, കേന്ദ്രമന്ത്രിയോട് നല്ല അസലായിട്ട് തട്ടിക്കയറിയ ഒരു മനുഷ്യനാണ്. അതായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആണ് കേരള സർക്കാരുടെ ഡ്യൂട്ടി കിട്ടിയിരുന്നത് എന്നാണ്. അപ്പോൾ കേരള സർക്കാരുടെ ഡ്യൂട്ടി കിട്ട സമയത്ത് പൊൻ രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ശബരിമലയിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ സ്വകാര്യ വാഹനങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കടത്തി വിടാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ സമയം അദ്ദേഹത്തോട് പറഞ്ഞ ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം ചോദിച്ചത്, ഇവിടെ വരുന്ന ഗതാഗതക്കുരുക്കിന് താങ്കൾ ഉത്തരം പറയുമോ എന്നാണ് ചോദിച്ചത്. അന്ന് N രാധാകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രിയോട് പൊട്ടിത്തെറിച്ചു. അത് പാർലമെൻറ്റിൽ വരെ പ്രശ്നമായി. പക്ഷേ എങ്കിലും ആര് ഭരിക്കുന്നു എന്നതല്ല, നീതിയുടെ പക്ഷത്താണ് യതീഷ് ചന്ദ്ര എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. പിന്നെ തൃശ്ശൂർ പൂരമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ധന്യയ്ക്ക് കൃത്യമായി അറിയാം, ധന്യ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ
ഈ കാര്യത്തിൻ്റെ പുറത്ത് ഈ വലിയ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു ക്ലീനിങ് പ്രോസസ്സ്, എവിടെ ആയാലും ഒരു ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്ന ഒരു മനുഷ്യനാണ് യതീഷ് ചന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാസർഗോഡൊക്കെയുള്ള ഗുണ്ടാ തീരുമാനങ്ങൾ, ഗുണ്ടാവൽക്കരണം, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കാസർഗോഡ് മേഖലയിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ, കണ്ണൂർ മേഖലയിലും കാസർഗോഡും ഒക്കെ ആയിട്ട് ഗുണ്ടകൾ അഴിഞ്ഞാടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ കൃത്യമായി ഇല്ലാതാക്കാനും അവിടെയൊക്കെ കാര്യങ്ങൾ ഒരു വലിയ തോതിൽ ക്രിമിനൽ വൽക്കരണത്തെ എതിർക്കാനുമൊക്കെയുള്ള കാര്യങ്ങൾ യതീഷ് ചന്ദ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇദ്ദേഹം സിംഗം എന്നറിയപ്പെടുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് നോക്കാതെ അവിടെയുള്ള കാര്യത്തെ എന്താണോ പ്രശ്നം, ആ പ്രശ്നത്തെ അതേപോലെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയായി ഞാൻ കാണുന്നത്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ക്ഷമിക്കും അദ്ദേഹം, പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പെട്ടെന്ന് ചൂടാവും. ചൂട് കയറിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയുണ്ടാവില്ല. തലങ്ങും വിലങ്ങും അടിയായിരിക്കും. എവിടെ എതിലൂടെ എങ്ങനെ ആര് പോകുന്നു എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പറയുന്ന പോലെ തൃശ്ശൂർ പൂരത്തിനിടയിലൊക്കെ അദ്ദേഹം തുള്ളുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ നല്ല ഈ ആളുകൾക്കിടയിൽ ഹരമായി മാറിയ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കേരളത്തിൽ ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനെന്ന് പേര് കേട്ട യതീഷ് ചന്ദ്ര വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയും. വീണ്ടും കണ്ണൂരിലേക്ക് തന്നെ, അതായത് താൻ പ്രവർത്തനം തുടങ്ങിയ സ്ഥലത്ത് തന്നെ അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും കണ്ണൂർ മേഖല, കോഴിക്കോട് മേഖലകളിലൊക്കെ കാസർഗോഡിൻ്റെ, മലബാറിൻ്റെ, ഉത്തര മലബാർ മേഖലകളിൽ വീണ്ടും ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് വിളയാടാനുള്ള അവസരം വളരെയധികം കുറയും എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹത്തോട് പറയുമ്പോൾ ഒക്കെ കുറച്ച് ഭയപ്പെടും ആളുകൾ. എന്തെങ്കിലും അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിനൊക്കെ നിൽക്കാത്ത ആളൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും സർക്കാരിന് പോലും ഒരു ന്യായമുള്ള കാര്യത്തിൽ മാത്രമേ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി കഴിയുള്ളൂ എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ മലബാർ മേഖലയിൽ ഉൾപ്പെടെ തോന്നിവാസികളായി നടക്കുന്ന കുറേ ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഇപ്പോൾ കൊടിസുനിയൊക്കെ പുറത്തിറങ്ങിയെന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ കുറേ ആളുകൾ തീറ്റിപ്പോറ്റുന്ന കുറേ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് പണിയായിരിക്കും. എന്തായാലും തൃശ്ശൂരിലൊരു നല്ല സംഭവം ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഇത് വാർത്താൻ പറഞ്ഞത് ശരിയാണ്. ഈ കേന്ദ്രമന്ത്രിയോട് വരെ കടുപ്പിച്ച് സംസാരിച്ച IPS വീര്യം, കൊടിയുടെ നിറം നോക്കാതെ ആളുകളുടെ മുഖം നോക്കി തെറ്റുകൾ ചെയ്യുന്നവരെ തിരഞ്ഞു പിടിച്ച്, നമ്മളൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു ലെവലിലാണ് യതീഷ് ചന്ദ്രയെ കാണുന്നത്. കാരണം യതീഷ് ചന്ദ്ര വരുന്നു എന്ന് കേൾക്കുമ്പോൾ പേഴ്സണലി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ഈ വാർത്തകളിലൂടെ മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ കാണാൻ സാധിച്ചിട്ടില്ല, വാർത്തകൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കാണണമെന്ന് ഭയങ്കര ആഗ്രഹവുമുണ്ട്. എനിക്കൊക്കെ അത് രാവിലെ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ വലിയൊരു ആശ്വാസവും ഒപ്പം ഭയങ്കര രോമാഞ്ചവുമാണ് ഉണ്ടായത്. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു പോലീസുകാരൻ അല്ലേ, തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ പൂരം നടത്തിയപ്പോൾ അങ്കിത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ തൃശ്ശൂരുകാരോട് കാണിച്ച തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ, അങ്കിത് അശോക്. പിന്നീട് അങ്കിത് അശോകിന് സ്ഥലം മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പൂരപ്രേമികളോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ആവേശത്തിനൊപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആഘോഷങ്ങളോടൊപ്പം നിൽക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ആഘോഷത്തിനോടൊപ്പം അവർക്കൊപ്പം നിന്ന് ഡാൻസ് ചെയ്ത യതീഷ് ചന്ദ്രയുടെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പൂരപ്രേമികൾക്ക് ഇന്നും പിന്നെ യതീഷ് ചന്ദ്ര ഒരു ഹരമാണ്. പിന്നെ അത് പക്ഷെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു യതീഷ് ചന്ദ്രയ്ക്ക്, പോലീസുകാർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ പിന്നീട് സർക്കാരുമായുള്ള ഒരു പിരിയലിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഡെപ്യൂട്ടേഷനിലൊക്കെ പോയതും പിന്നീട് കുറച്ച് നാൾ ജോലിയിൽ നിന്നൊക്കെ മാറി നിന്നത്, ഇപ്പോൾ തിരിച്ച് വീണ്ടും വരുന്നത്. അപ്പോൾ കണ്ണൂരിനെ ഒന്ന് നന്നാക്കാൻ, കണ്ണൂരിലെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പോലീസല്ല, പോലീസിനെ കൊണ്ട് നിയന്ത്രിപ്പിക്കുന്നത് മറ്റു പലരുമാണ് എന്നുള്ള ചില ഭാഗത്തു നിന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ ഒന്ന് തിരുത്തി കുറിക്കാൻ, പോലീസ് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ഒരു രാഷ്ട്രീയ പകപോക്കലുകളും ഒരു രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാകില്ല, ഒരുത്തനും ഇനി കിടന്ന് തിളയ്ക്കേണ്ട, കണ്ണൂരുകാർക്ക് സത്യസന്ധമായി കേസുകൾ അന്വേഷിക്കാനും സത്യസന്ധമായി അവർക്ക് ഓടിച്ചെന്ന് ധൈര്യത്തോടെ കണ്ട് കാര്യം പറയാനും ഒരു രക്ഷകൻ വന്നു എന്ന് തന്നെ പറയാം. പക്ഷേ എൻ്റെ ഒരു സംശയം തന്നെയാണ്, എന്തുകൊണ്ടായിരിക്കും ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഈ കണ്ണൂർ റേഞ്ചിൽ തന്നെ ഇദ്ദേഹത്തെ DIG നിയമിക്കാൻ ഉത്തരവ് നൽകിയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാകാം. ഒന്ന് ഇവരെ കൊണ്ട് പൊറുതി മുട്ടി എന്നാ ഇവനെ ഇട്ടിട്ട് പണിയാം എന്നാണോ? ഒന്നതായിരിക്കാം. ഞങ്ങളുടെ പിള്ളേരവിടെ ഉണ്ട്, നീ ചെന്ന് കയറിക്കൊട്, നിനക്കുള്ള പണി അവർ വച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഭീഷണിയുടെ രീതിയിലുള്ള നിയമനമായിരിക്കാം. രണ്ട്, കേന്ദ്രത്തിൽ നിന്ന് നല്ലവരായ ഉദ്യോഗസ്ഥരോടെ കാണുമല്ലോ, അവരുടെ ഒരു നിരീക്ഷണവും ഉണ്ടായിരിക്കാം. കേരളത്തിൽ ആ ജില്ല ഒന്ന് നന്നാക്കി എടുക്ക് പോയിട്ട് എന്നുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായിരിക്കാം. അപ്പോ യതീഷ് ചന്ദ്ര അങ്ങനെ വേറൊരു കാര്യം കൂടി ആയിരിക്കാം. അതായത് CPM-ന്റെ ഗുണ്ടാ സംഘങ്ങളെ കൊണ്ട് പിണറായി പൊറുതി മുട്ടിക്കാണും. അപ്പൊ അതുകൊണ്ട് അവിടെ ഇടുക, എന്നിട്ട് നൈസായിട്ട് കൈകാര്യം ചെയ്യുക. രഹസ്യമായിട്ട് പറയുകയും ചെയ്താണ്, എന്നെ നോക്കണ്ട, ശശിയെ നോക്കണ്ട, അടിച്ചു നിർത്തി. ഞങ്ങൾ ഇങ്ങനെ പരസ്യമായി ചിലപ്പോ തെറിയൊക്കെ പറയും, നോക്കണ്ട, അടിച്ചോന്ന് പരസ്യമായിട്ട് അടിച്ചു നിരത്തിക്കോന്ന് ചിലപ്പോ അതുമായിരിക്കാം. അതെ.